ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിം എക്സ്പ്ലോറർ. ഇന്ന് നമ്മൾ ഗ്രാനി 3 മാച്ച് കളിക്കാൻ പോലായിരിക്കുന്നു വിത്ത് ഇൻ ഗ്രാൻഡ് പാ ആൻഡ് സ്ലെൻഡ്രീന. നമുക്കെന്നാൽ ഗെയിമിലേക്ക് പോവാം. നമ്മളിതാ കളി തുടങ്ങാൻ പോലെയായിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ ആൻഡ് ഷെയർ ചെയ്യണേ. മറക്കല്ല കേട്ടോ. ദേ വൺ നമ്മളിതാ ഇപ്പോൾ ഒരു കലവറക്കകത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. സൂക്ഷിച്ചോ, അല്ലെങ്കിൽ അപ്പൂപ്പം വന്ന് നമ്മളെ അടുത്ത് കലവറയ്ക്ക് വീണ്ടും വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ കാലൊടിയുന്ന സാധനമല്ലേ ഇത്. ഇവിടെ നിന്ന് ലോക്ക് പീക്ക് കിട്ടി. നമുക്ക് പെട്ടെന്ന് ഈ ലോക്ക് തുറന്നിട്ട് പെട്ടെന്ന് ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവാം. ഇന്ന് നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ആണ് കേട്ടോ നടത്താൻ പോകുന്നത്. എല്ലാവരും മറക്കല്ല കേട്ടാ. എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിച്ച് പോവാൻ കേട്ടാ. നമ്മളിതാ പോവുകയാണ്. നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് അസ്ഥി മച്ചാനേ ഉള്ളല്ലോ. ഇതിനകത്തോ ഒന്നുമില്ല. നമുക്കെന്താ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോയിട്ട് നോക്കാം. അവിടെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമാവും. നമ്മുടെ ട്രെയിൻ ഈ ക്യാബിനകത്ത് വല്ലതുണ്ടോ നോക്കാമല്ലോ. ഇതിനകത്ത് എന്താ? വെപ്പൺ കീ കൊള്ളാമല്ലോ. വെപ്പൺ കീ കൂടെ നമുക്ക് അടിച്ച് പൊളിച്ചേക്കല്ലടാ. ഇതാരാ? ഈ റോബോട്ട് മച്ച ഇവിടെ ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കാലം തീർന്നിട്ട് വർഷങ്ങളായിരുന്നു. കാരണം ഈ ഗെയിം റിലീസ് ആയിട്ട് കുറേ വർഷമായല്ലോ. അപ്പോൾ ഇതിനെ ചാർജ് ആരും ചെയ്യില്ലേ? ആർക്കറിയാം ചാർജ്. അപ്പൂപ്പനാണെങ്കിൽ തനക്ക് ഓളമാണല്ലോ. പിന്നെ അമ്മമ്മക്കാണെങ്കിൽ കണ്ണും ഇല്ല, അപ്പൂപ്പനാണെങ്കിൽ ചെവിയും കേൾക്കില്ല. രണ്ടും കുശാൽ. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? ഒരാൾ അടുത്തിട്ട് എങ്ങനെ ഇല്ല. നമുക്ക് ഗ്രാനിയോട് ചോദിക്കാമല്ലോ. ഗ്രാനിക്കാണെങ്കിൽ കണ്ണും കാണാത്ത ഒരാളായി പോയി പാവം. പക്ഷേ ഗ്രാനിയെ സൂക്ഷിച്ചു കേട്ടോ. ഇതാണെങ്കിൽ ഗ്രാൻഡ് പാ ലോങ് റേഞ്ചറാണ്. വെടിവെച്ച് നമ്മളെ കൊല്ലും. പെട്ടെന്ന് നമുക്കത് പോവാം. അപ്പോൾ വരുന്നതെന്ന് തോന്നുന്നു. ഈ റോബോട്ടാണെങ്കിൽ ഇവിടെ കുറേ നേരമായി നിൽക്കുന്നത്. ആർക്കറിയാം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് പോവാം. ഇത് എൻ്റെ ട്രിക്കാട്ടോ. അപ്പൂപ്പൻ ഇങ്ങോട്ട് വരുത്തിയാൽ നമുക്കില്ലേ കുറച്ച് സമയം എക്സ്ട്രാ ആയിട്ട് അവിടെ കിട്ടും. നോക്കാം. എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്. അപ്പൂപ്പൻ വരുന്നുണ്ടോ? അപ്പൂപ്പ ഇന്നെങ്കിലും എത്തോ അപ്പൂപ്പ? അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവും. ശരി, ഞാൻ അപ്പൂപ്പൻ്റെ പിന്നാലെ വരാൻ നോക്കാം. അയ്യോ, അപ്പൂപ്പൻ എൻ്റെ ഇത് ആർക്കറിയാം. അപ്പൂപ്പനെങ്കിൽ അപ്പൂപ്പൻ. നമുക്ക് പെട്ടെന്ന് പോവാം. പെട്ടെന്ന് പോയിട്ട് നമുക്ക് അതാരാ പോകുന്നത്? അയ്യോ, അപ്പൂപ്പനല്ലേ അത് പോകുന്നത്. അയ്യോ, നമ്മുടെ കാര്യത്ത് തീർന്നു. എന്തായാലും ശരി, നമുക്ക് അപ്പൂപ്പൻ്റെ പിന്നാലെ തന്നെ പോവാം. അതൊക്കെ കേട്ടാ, അല്ലെങ്കിൽ അപ്പൂപ്പൻ കേട്ടാൽ മതിയോ, നമ്മുടെ കാര്യം തീർന്നു. എന്നാലും അപ്പൂപ്പൻ ഇങ്ങനെ ചെവി എടുക്കുന്നത് മനസ്സിലാവത്ത്. പതുക്കെ അപ്പൂപ്പൻ്റെ തോക്കല്ലേ ഇത്. നമുക്ക് പെട്ടെന്ന് വെപ്പൺ എടുത്തിട്ട് പെട്ടെന്ന് ഇന്ന് കല്ലും പറക്കിയിട്ട് പോവാം. അപ്പൂപ്പനാണെങ്കിൽ പോയി. നമുക്ക് പതുക്കെ പോവാം. അല്ലെങ്കിൽ അപ്പൂപ്പൻ നമ്മളെ ഇട്ട് അലക്കി കൊല്ലാന്ന. അപ്പൂപ്പൻ പോയി. ഡേ 2ലേക്ക് പോവാന്നാൽ മതി. അതാ എൻ്റെ ആഗ്രഹം. അപ്പൂപ്പൻ എങ്ങോട്ടേക്കാണ് പോയത് നോക്കിട്ട്. മുകളിലേക്കാണോ താഴോട്ടാണ്? നമുക്ക് കല്ലും പറക്കിയിട്ട് പോവാം. ഒരു കല്ല് കിട്ടിയിട്ടുണ്ട്. കല്ല് തന്നെ. ഈ കല്ലെങ്ങനെ തിളങ്ങുന്നതെന്ന് മനസ്സിലാകത്ത്. രാത്രിയാണെങ്കിൽ ഇരുട്ടല്ലേ, ഇരുട്ടാകുമ്പോൾ കല്ലെങ്ങനെ തിളങ്ങും? നമുക്ക് ഇവിടെ കറങ്ങി നോക്കാം. എവിടെയെങ്കിലും ഡിക്കി തുറന്ന് നോക്കാം. ഡിക്കിക്കകത്തൊന്നുമില്ലല്ലോ. അവിടെ ആണെങ്കിൽ കുറച്ച് ഉണ്ടേ ഉള്ളൂ. ഇപ്പം ഇനി ബാക്കി 2 കല്ല് കിട്ടി. നമുക്ക് 2 എണ്ണം ലോഡ് ചെയ്ത് വെക്കാം. തോക്കിനകത്ത് 2 ഉണ്ടല്ലേ ലോഡ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇതിനകത്തും 2 എണ്ണം മതി. പെട്ടെന്ന് മുകളിലേക്ക് പോയിട്ട് നമുക്ക് അപ്പൂപ്പനെ വിളിച്ചു വരുത്താം. ഹലോ അപ്പൂപ്പ, ഓങ്ങി വെച്ചോ അപ്പൂപ്പ. ഞാനത് അപ്പൂപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൂപ്പനെ ഞാൻ നെഞ്ചും കൂടി നോക്കിയിട്ട് ഞാൻ പൊട്ടിക്കും ഇപ്രാവശ്യം. ഇനി അപ്പൂപ്പനെയും കൂടി നാട് വിടാനെന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹം. പക്ഷേ അപ്പൂപ്പൻ നാട് സമ്മതിക്കുമെന്ന് നോക്കാം. അപ്പൂപ്പൻ്റെ സമ്മതം കൂടി വേണമല്ലോ, അല്ലാതെ നമുക്ക് പോകാൻ കഴിയാ. അത് ആരാ വരുന്നത് നോക്കിയാ? എടാ അപ്പൂപ്പൻ. അല്ല, എന്ത് സംഭവിച്ചതിപ്പോൾ? അപ്പൂപ്പനെ നമ്മളൊന്നും ചെയ്തില്ലേ? വെടി തോക്കാണ് എയിം ചെയ്തിട്ട്. ഒരുണ്ടേ ഉള്ളൂ. താഴേക്ക് നോക്കി വെടിയേക്കാം. ഇതിനകത്ത് എന്താ ഉള്ളത്? ഇലക്ട്രിക് സ്വിച്ച് കേബിൾ. നമുക്ക് ആദ്യത്തെ ഒരു സാധനം കൂടി കിട്ടി. ഇനി ബാക്കിയുള്ളത് ഇതിനകത്ത് എന്തുണ്ട് നോക്കിട്ട്. ഒരുണ്ട ഉണ്ടാവും തോന്നുന്നു. കൊട്ടത്തേങ്ങ നല്ല രസമുണ്ട്. കൊട്ടത്തേങ്ങയും കൊണ്ട് നമുക്ക് എന്തെങ്കിലും എറിഞ്ഞ് കഴിക്കാം. എറിയാൻ കഴിയെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് പെട്ടെന്ന് കട്ടിങ് മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതിനവിടെ ഇടാം. അതല്ലേ കുറച്ചും കൂടി നല്ല. കട്ടിങ് മെഷീൻ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കാക്കച്ചിയുടെ കൈ എന്താ ഉള്ളത് നോക്കിട്ട്. ട്രെയിൻ കീ. നമുക്ക് കാക്കച്ചിയെ അന്ത്യാഭിലാഷത്തോടെ കാണാം. അല്ലെങ്കിൽ കാക്കച്ചി നമ്മളോട് ക്ഷമിക്കില്ല. കാക്കച്ചിയെ ഒന്ന് സ്മരിക്കാം. അല്ലെങ്കിൽ കാക്കച്ചി നമ്മുടെ ഒരു ഉണ്ടയിൽ ലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് പോവാം. അത് നല്ല പെട്ടെന്ന്. അല്ലെങ്കിൽ കാക്കച്ചി നമ്മളോട് വിഷമം ഉണ്ടാവും കാക്കച്ചിക്ക്. പെട്ടെന്ന് പോയിട്ട് കാക്കച്ചിയെ നമുക്ക് ഈ ഒരു സമ്മാനം കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. അല്ലെങ്കിൽ കാക്കച്ചി നമ്മളെന്ത് പറയുന്നാവൂ. എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കണം കേട്ടാ. നമുക്ക് കാക്കച്ചിയെ അവസാനമായി യാത്ര ചെയ്യാം. ടാറ്റാ കാക്കച്ചി. കാക്കച്ചി പോയി. ട്രെയിൻ കീ നമുക്ക് പുറത്തിടാം. അതാ നല്ലത്. പുറത്താകുമ്പോൾ താഴെ എത്താൻ കുറച്ചെങ്കിലും എളുപ്പം വഴിയാവില്ല. താഴെ ഇട്ടു.
തോക്കെവിടെ പോയി? അവിടെ ഉണ്ട് അവിടെ ഉണ്ട്. കിട്ടി കിട്ടി കിട്ടി. പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ഉണ്ടയുണ്ട്. നമുക്ക് അപ്പൂപ്പനെ ഒരിക്കലും കൂടി തട്ടിച്ച് പെട്ടെന്ന് പോവാം. തട്ടണം, തട്ടിക്കൊല്ലണം. ഇനി അപ്പൂപ്പൻ ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർക്കും തക്ക രീതി തട്ടിക്കൊല്ലണം. അതാ എൻ്റെ ആഗ്രഹം. അപ്പൂപ്പനെ ഞാൻ ഉറക്കത്തിലും വെടിവെക്കുക. എങ്ങനെയായാലും ശരി, ഏത് രീതിയിലായാലും ശരി, ഞാൻ അപ്പൂപ്പനെ ഉറക്കത്തിൽ വരെ വെടിവെച്ച് കൊല്ലും ഞാൻ. സാധ്യം സാധ്യം സാധ്യം. എങ്ങനെയുള്ളത് നമുക്ക് നോക്കിക്കളഞ്ഞേക്കല്ലേ. അപ്പൂപ്പാ അപ്പൂപ്പാ ഇങ്ങോട്ട് വന്നേ. ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് സാധനം തരുന്നുണ്ട്. അപ്പൂപ്പൻ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ അപ്പൂപ്പനെ ആ സാധനം തന്നിട്ട് പെട്ടെന്ന് പോവാ. നോക്കട്ടെ ഈ കൊട്ടത്തേങ്ങക്കകത്ത് എന്ത് തേങ്ങ ഉള്ളത് നോക്കട്ടെ. ഒന്നുമില്ല. ഇവിടെ ഉണ്ട് ഇവിടെ. ഒരു കോയിൻ ചില്ലറ കൊള്ളാലോ. നമുക്ക് ആ ചില്ലറ അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് വരാം. എല്ലാം ഒന്നും ചോദിക്കണ്ട കേട്ടോ. അതെന്തിനാ അവിടെ ഇരുന്നിനി? ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഞാൻ എന്തിനാ അത് അവിടെ ഇടുന്നത്. അതാ എന്താ കണ്ടത് ഞാൻ? ഒരാൾ എനിക്ക് തോന്നിയായിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തോക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് പോവാം. എന്തെങ്കിലും ലോഡ് ചെയ്യണോ? വേണ്ട വേണ്ട, നമുക്ക് പെട്ടെന്ന് തോക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. തോക്കും കൊണ്ട് നമുക്ക് പെട്ടെന്ന് താലമണ്ട നോക്കി നമുക്ക് പൊട്ടിച്ചേക്കല്ലേ. താലമണ്ട നോക്കി നമ്മൾ പൊട്ടിക്കണം. അതാണ് നമ്മുടെ സ്റ്റൈൽ. ആരുമില്ല അപ്പോൾ ഇവിടെ. ഇതിനകത്ത് എന്തെങ്കിലും കൊണ്ടോ? ഒന്നുമില്ല. അയ്യാ, ഇതാരാടെ ഇത്? ഈ സിലിണ്ടറിനെ ഞാൻ ഇത് തട്ടിക്കൊല്ലു കേട്ടോ. ഇനി എങ്ങനെ എൻ്റെ മുമ്പിൽ വന്നാണ്ടല്ലേ നിന്നെ ഞാൻ തോക്കും കൊണ്ട് ഓടി വെച്ച് കൊല്ലാൻ നോക്കും. പക്ഷെ തോക്കും കൊണ്ട് ഓടി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആ ടെരി വേണ്ടേ? ടെരി ഇല്ലാതെ എങ്ങനെ പോകാൻ? ഇതിനകത്ത് സേഫ് കീ. കൊള്ളാം കൊള്ളാം, ഇഷ്ടപ്പെട്ടത്. നമുക്ക് തോക്ക് കൊടുത്തിട്ട് നമുക്ക് അപ്പൂപ്പനെ ഒരിക്കലും കൂടി വെടിച്ചു പോലെ. എങ്കിലല്ലേ നമുക്ക് സേഫ് കീ പെട്ടെന്ന് നോക്കാൻ കഴിയൂ. നോക്കട്ടെ. താഴെ നമുക്ക് ആ ചില്ല് ഇത് പൊടിച്ചിട്ട് ആ ചില്ല് പൊട്ടിച്ചിട്ട് വേണം. അതിനകത്ത് ക്രൗബാർ ഉണ്ടാവുന്നു ഉറപ്പുണ്ട്. ക്രൗബാർ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. എന്തെങ്കിലും കിട്ടിയാൽ മതി. എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. അതാ മതി. എനിക്ക് ട്രെയിൻ കീ കിട്ടി. പിന്നെ ഇനി ആക്സിലറേറ്ററും കൂടി കിട്ടിയാൽ മതി. ആക്സിലറേറ്റർ ക്രൗബാർ കിട്ടി. ഷെഡ് കീ ആണ് അതിനകത്ത്. നമുക്കിപ്പോൾ ഷെഡ് കൊണ്ട് അത്ര ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഈ ക്രൗബാറും കൊണ്ട് ഇത് പൊട്ടി. ഫയർവുഡ്. ഇതാർക്കാണ് ഫയർവുഡ്? അല്ല, ഫയർവുഡ് ഞാൻ തല്ലി കൊല്ലും. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയി നോക്കാമല്ലോ. ഇനി നമുക്ക് ആ തോക്ക് കൊണ്ട് എടുത്തിട്ട് ഒന്ന് വരാം. അല്ലെങ്കിൽ അപ്പൂപ്പനെ ഞാനങ്ങനെ ചത്തുപോയ അപ്പൂപ്പൻ്റെ കയ്യിൽ തോക്കുണ്ടാവും. അതാണ് എനിക്ക് പേടി. മരിക്കുമ്പോൾ പോലും നമ്മൾ ആ തോക്ക് കൈ വിടാൻ പാടില്ല. തോക്ക് വേണ്ട, നമുക്ക് ഷെഡ് കീ കൂടി പോവാം. ഷെഡ് തുറന്ന് നോക്കാമല്ലോ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അതിനകത്ത്. നമുക്കിപ്പോൾ കോയിൻ കിട്ടി, ആക്സിലറേറ്ററും കിട്ടി. പിന്നെ ആക്സിലറേറ്റർ അല്ല, ട്രെയിൻ കീ കിട്ടി. പിന്നെ ഇലക്ട്രിക്സിൻ്റെ സ്വിച്ച് കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ കിട്ടാനുള്ളത്? വെറും ആക്സിലറേറ്റർ മാത്രം. ആക്സിലറേറ്റർ നീ എവിടെ ഉണ്ടെങ്കിൽ ശരി, ഞാൻ തന്നെ കൊണ്ടുപോകും. പെട്ടെന്ന് പോവാ. ഉണ്ടയും കൊണ്ട് കിട്ടി. ഉണ്ടയും കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം. എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരും ഈ കല്ലെങ്ങനെ തിളങ്ങുന്നത് നോക്കാമല്ലോ. ഈ ഷെഡിനകത്ത് എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല. ഇതിൻ്റെ ബാക്കിൽ ചിലപ്പോൾ പ്ലാങ്ക് കിടക്കാൻ സാധ്യതയുണ്ട്. നോക്കാം ഇതിനകത്ത് പ്ലാങ്ക് കിട്ടുമോ നോക്കട്ടെ. ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കട്ടെ. ടെഡി. പക്ഷെ വേണ്ട, നമ്മൾ സിലിണ്ടറിനെ നമ്മുടെ മുന്നിൽ വെച്ച് തളക്കാതെ തന്നെ കൊണ്ടുപോകും. അതായത് നമ്മുടെ പോക്ക് സിലിണ്ടറിനെയും കണ്ടിരിക്കും. അതാരാ? അയ്യോ, അപ്പൂപ്പനല്ല അത്. നമുക്ക് പെട്ടെന്ന് അകത്തേക്ക് പോവാം. അയ്യോ, ഇത് തുറന്നിട്ടില്ല ആരും. പെട്ടെന്ന് പെട്ടെന്ന്, അല്ലെങ്കിൽ അപ്പൂപ്പൻ കണ്ടാൽ നമ്മളെ കൊല്ലും ഇന്ന്. പെട്ടെന്ന് 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 പോടെ. തുറന്ന് കിട്ടി അങ്ങനെ. അപ്പൂപ്പൻ എങ്ങനെ വന്നാലോ? എന്തൊരു കഷ്ടമാണ് പോവാനിത്. അപ്പൂപ്പൻ എങ്ങനെ എന്താ വരുന്നത്? മാച്ച് ആർക്കും വേണ്ടേ? ഞാൻ കാക്കച്ചി ഇപ്പോഴേ ഓടി വെച്ചു. ഇതിനകത്തൊന്നുമില്ല. അപ്പാപ്പൻ എങ്ങാനും പുറത്ത് വന്നു. അയ്യാ, നമ്മളങ്ങനെ തലനാടൊക്കെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ സിലിണ്ടറിൻ്റെ അധികം നേരം നോക്കാൻ പാടില്ല കേട്ടോ ഒരിക്കലും. നോക്കിയാൽ നമ്മളവിടെ ചത്തു പോയിട്ടുണ്ടാവും. നോക്കാമല്ലോ അപ്പൂപ്പൻ എങ്ങോട്ടേക്കാണ് പോയതെന്ന്. പക്ഷേ അപ്പൂപ്പനെ എനിക്കൊന്ന് ഓട്ടോ ഇടണം, അല്ലെങ്കിൽ അപ്പൂപ്പൻ നമ്മളെ ഇട്ടിട്ടൊക്കെ നിലക്കും. നോക്കാലോ. അപ്പൂപ്പ എവിടെയുണ്ട് അപ്പൂപ്പ? ഞാൻ തന്നെ ഇന്നത്തോട് കൊല്ലാനായിട്ട് വരുന്നുണ്ട് അപ്പൂപ്പ. അപ്പൂപ്പ ഞാൻ തന്നെ ഇന്ന് കൊല്ലാൻ വരും കേട്ടോ. എടാ അപ്പൂപ്പ, നീ എവിടെയുള്ളത്? ഇവിടെ ഇല്ല അപ്പൂപ്പൻ. അപ്പോൾ ഇവിടെ പോയി അപ്പൂപ്പൻ? നമുക്ക് ആ സേഫ് കീം തുറന്നിട്ട് വരാം. സേഫിനകത്ത് എന്ത് സേഫാണുള്ളത് നോക്കാം. സേഫായ എന്തെങ്കിലും കിട്ടിയാൽ മതി സേഫിൻ്റെ അകത്ത്.
നോക്കാലോ. സേഫ് കീ തുറക്കാം. എന്തുവാണ് ഇത്? ബ്രിഡ്ജ് ക്രാങ്ക് ആർക്കാടാ വേണ്ടത് ഇപ്പോൾ ഇവിടെ? ഞാനൊരു ട്രെയിൻ എസ്കേപ്പ് നിർത്തുമ്പോൾ ഒരുത്ത ബ്രിഡ്ജ് എസ്കേപ്പിൻ്റെ കാര്യം പറയുന്നത് ഞാനൊന്നും സമ്മതിക്കില്ലടാ. എനിക്ക് ബ്രിഡ്ജ് എസ്കേപ്പ് ഒന്നും വേണ്ട. എന്താ നമുക്ക് പെട്ടെന്ന് താഴെ പോയിട്ട് നമ്മുടെ സാധനം എടുത്തിട്ട് വരാം. ക്രൗ ബാർ കിട്ടി. നമുക്ക് പെട്ടെന്ന് പോവാം. പെട്ടെന്ന് അപ്പനെങ്ങനെ കണ്ടാൽ നമ്മൾ തീർന്നു. നമുക്ക് എലിവേറ്റർ ഉണ്ടല്ലോ. ആ എലിവേറ്ററിനും കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാം വീട്ടിലേക്ക്. അപ്പൂപ്പൻ എവിടെയുണ്ട് അപ്പൂപ്പ? ഞാൻ അപ്പൂപ്പനെ അന്ത്യാഭിലാഷത്തെ ഞാൻ പിടിച്ച് വരുന്നുണ്ട്. അപ്പൂപ്പനെ ഒന്ന് അവസാനമായിട്ട് കാണുന്നൊരു ആഗ്രഹം ഉള്ളതും കൊണ്ട് ഈ ഒരു കൊച്ചു കുട്ടിയുടെ ആഗ്രഹം ഒന്നും സാധിച്ചിരുന്നു. അപ്പൂപ്പ താനൊന്നും ഇങ്ങോട്ട് വാ. തൻ്റെ ഞാൻ ഇന്ന് ഉറക്കത്തിനും വെടിവെച്ച് കൊല്ലും, ഉറക്കമില്ലാതെയും വെടിവെച്ച് കൊല്ലും. സത്യം, ഇത് സാധ്യം പറഞ്ഞ് ഞാൻ മടുക്കുമല്ലോ. എടാ അപ്പൂപ്പ, താൻ എവിടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അവിടെ വെച്ച് കൊല്ലും. നമ്മൾ എല്ലായിടത്തും വരും. ഇതെന്താ ജനറേറ്ററാ? നമ്മൾ അവിടെ ഒന്നും നോക്കാൻ മറന്നു പോയല്ലോ. പെട്ടെന്ന് നമുക്ക് താഴെ പോയിട്ട് ഇവിടെ എവിടെയും കാണുമോ നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് താഴെ പോയിട്ട് ആ സാധനം എടുത്തിട്ട് പെട്ടെന്ന് വരാം. പെട്ടെന്ന്. അപ്പൂപ്പ, താൻ ഓങ്ങി വെച്ചോ. അപ്പൂപ്പനോട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നു വെച്ചാൽ കൊണ്ടുവരും. എനിക്കൊരു മര്യാദയുണ്ട്. ഞാൻ ആ റോബോട്ടിനെ കൊല്ലിയില്ല. അപ്പം അതിന് ടിക്കറ്റ് കാണിച്ചിട്ട് ഞാൻ പോവും. അതാണ് എൻ്റെ മര്യാദ. എൻ്റെ മര്യാദക്കും തുള്ളാൻ ആർക്കും കഴിയില്ല എന്ന് വെച്ചാൽ കഴിയില്ല. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ആ പ്ലാങ്ക് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. പ്ലാങ്കേ, താൻ എവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട് പ്ലാങ്ക്. കൊള്ളാം. നമുക്ക് ഇത് സന്തോഷം. ഇഷ്ടമായി. ശരി, പെട്ടെന്ന് പോവാ. ഇവിടെ അപ്പൂപ്പൻ ഇല്ല. അപ്പൂപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു. പെട്ടെന്ന് അയ്യോ അപ്പൂപ്പൻ പെട്ടെന്ന് പോകും. പെട്ടെന്ന് അപ്പൂപ്പൻ അങ്ങനെ കണ്ട നമ്മുടെ കാര്യം തീർന്നു എന്ന് വെച്ചാൽ തീർന്നു. അപ്പൂപ്പനാണ് ഇവിടെ എത്തിയത്. മനുഷ്യരെ പേടിപ്പിക്കാനാണോ വരുന്നത് താൻ? അപ്പൂപ്പ, താൻ ഓങ്ങി വെച്ചോ അപ്പൂപ്പ. ഞാൻ തന്നെ ഇന്നത്തോടെ കൊല്ലും. എനിക്കതൊന്ന് കല്ല് കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ 2 ഉണ്ട്. മതി. 2 കൊണ്ട് ഞാൻ അപ്പൂപ്പൻ്റെ തലമണ്ട ചേർത്ത് പൊട്ടിക്കുക. എന്നിട്ട് ആ തോക്കും കൊണ്ട് ഞാൻ അപ്പൂപ്പനെ നെഞ്ചാകൂട് നോക്കി പൊട്ടിക്കാൻ നോക്കട്ടോ. തോക്ക് വേണ്ടതായി. തോക്കും കൊണ്ട് നമ്മൾ തന്നെ നമുക്ക് തോക്ക് കൊണ്ട് ഇഞ്ചിഞ്ചായി കൊല്ലണം നമ്മ. അയ്യോ അപ്പൂപ്പനെ അയ്യോ ഭഗവാനെ, മനുഷ്യനെ പിടിപ്പിച്ചല്ലോടാ ഭഗവാനെ. അപ്പൂപ്പ എന്നെ കൊല്ലല്ലേ. ഞാൻ പാവമാണ്. എന്നെ വെറുതെ വിടല്ലേ. എന്നെ വെറുതെ വിട്. അപ്പൂപ്പ എൻ്റെ രക്ഷിക്കുക. അപ്പൂപ്പനില്ല. അപ്പം ഭാഗ്യത്തിന് പോയി. എൻ്റെ മുന്നിലെ കൂടെയല്ലേ അപ്പൂപ്പൻ പോയത്. എൻ്റെ ഭഗവാനെ, ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും കാഴ്ച കണ്ടിട്ട് പോയിട്ടില്ല. അപ്പൂപ്പൻ ആദ്യമായിട്ട് എൻ്റെ മുന്നിലെ കൂടെ ഇങ്ങനെ പോയത്. എൻ്റെ അമ്മോ. ഇവിടെ ആക്സിലറേറ്റർ എല്ലാം കിട്ടി. ഇനി നമുക്ക് അപ്പൂപ്പനെ പിടിച്ചാൽ മാത്രം മതി. അപ്പൂപ്പനെ പിടിക്കട്ടെ. നമുക്ക് അപ്പൂപ്പനെ എണീച്ചിട്ട് അപ്പൂപ്പനെ മുന്നിലെ കൂടി പോകാൻ നോക്കാം. പെട്ടെന്ന് പോവാം. അല്ലെങ്കിൽ അപ്പൂപ്പൻ എവിടെ ഉണ്ടാവോ ആർക്കറിയാം. നമുക്ക് എല്ലാം ഫിറ്റാക്കാം തൽക്കാലം. എല്ലാം നോക്കാം. അതാരാ പോയത്? അപ്പൂപ്പനാണെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ ലിങ്ക് ഷോട്ട് എടുത്ത് നമുക്ക് പെട്ടെന്ന് അപ്പൻ്റെ തല നോക്കി നമുക്ക് പൊട്ടിക്കാമല്ലോ. പെട്ടെന്ന് അപ്പൂപ്പ, എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യല്ലേ. എനിക്ക് പെട്ടെന്ന് പോയിട്ട് കുറേ സാധനം ഫിറ്റാക്കാനുണ്ട് അവിടെ എല്ലാം. അപ്പൂപ്പ, താൻ ഓങ്ങി വെച്ചോ. തൻ്റെ കൂടെ സാധനം ഞാൻ അങ്ങോട്ട് തരും. അപ്പൂപ്പ അങ്ങോട്ട് വാ. ചുഞ്ചിട് വാവേ അപ്പൂപ്പ. ടാറ്റ അപ്പൂപ്പ. നമുക്ക് ഇതിനെ ഞാൻ ഇന്നത്തോടെ കൊലപിടിക്കും. ഞാൻ കൊന്നിട്ട് ഞാൻ കൊല്ലും. ഫ്യൂസ് കിട്ടാത്ത കൊണ്ട് നമുക്ക് ട്രെയിൻ എക്സ്പീരിയൻസ് നടത്താം അല്ലേ. കോയൻ ചില്ലറ തൊട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കളിച്ചൊരു പെട്ടെന്ന്. ഞാൻ 1 തന്നെ 3 തവണ പറയുമല്ലോ ഇങ്ങനെ പോയാൽ. പെട്ടെന്ന് നമുക്ക് ടിക്കറ്റും കൊണ്ട് പെട്ടെന്ന് പോവാം. നമുക്ക് ആ ടിക്കറ്റ് ഒന്ന് കാണിച്ചേക്കാം. അല്ല, നമുക്ക് ആ ടിക്കറ്റിന് ഇവിടെ മറ്റേ എല്ലാം ഫിറ്റാക്കി. ടിക്കറ്റ് ഇപ്പോൾ കാണിക്കണ്ട. ടിക്കറ്റ് നമുക്ക് ഇല്ലേ സർപ്രൈസ് പോലും നമുക്ക് കാണിക്കാം. അതാണ് കുറച്ച് കൂടുതൽ. അതാവുമ്പോൾ റോബോട്ടിൽ ചമ്മൽ നമുക്ക് പെട്ടെന്ന് ഇലക്ട്രിക്കും എടുത്ത് പെട്ടെന്ന് വരാം അല്ലേ. പെട്ടെന്ന് ഇലക്ട്രിക്കേ പെട്ടെന്ന് വന്നോളൂ. ഇവളെ ഞാൻ ഇന്നത്തോട് തത്തി കൊല്ലിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട. ഞാൻ എന്തൊരു കഷ്ടമാണ് പോകാനത്. പെട്ടെന്ന് നമുക്കിതെല്ലാം ഫിറ്റാക്കിയിട്ട് പെട്ടെന്ന് പോകാനുള്ളതാണ്. പെട്ടെന്ന് പോയിട്ട് വേണം പെട്ടെന്ന് റെഡിയാക്കാൻ. എടാ റോബോട്ട് ജി, എൻ്റെ ടിക്കറ്റ് ഇതാ.
ഞാൻ എന്നാൽ പെട്ടെന്ന് ഇതെല്ലാം ഫിറ്റാക്കിട്ട് പെട്ടെന്ന് ഇത് ഫിറ്റാക്കാം. ആ ഇതും കൂടി ഓണാക്കേ, ഇതും കൂടി. നമുക്ക് ഡോറ് തന്നു. നന്ദിയുണ്ട് റോബോട്ട്. എനിക്ക് പെട്ടെന്ന് പോയിട്ട് കുറേ പണിയുള്ളത് കൊണ്ട് എനിക്ക് പറയാൻ ഇപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം ഫിറ്റാക്കട്ടെ. അപ്പം പോയ 2.5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും നമുക്ക് ഇപ്പോൾ നോക്കാം. കോയിനും കിട്ടി, എല്ലാം കിട്ടി നമുക്ക്. ട്രെയിൻ കീ എല്ലാം കിട്ടി, ആക്സിലറേറ്ററും കിട്ടി, ട്രെയിൻ കീ. ഇനി ഒന്നും എടുക്കാനില്ല നമുക്ക്. ഇനി എടുക്കാനുള്ളത് അപ്പൂപ്പൻ്റെ ഡെഡ് ബോഡി മാത്രം. ആ ഡെഡ് ബോഡി നമുക്ക് എന്താക്കണം നിങ്ങളതിനെ പറഞ്ഞു. എന്താക്കണം, നമുക്ക് നമ്മളെ കാറിനകത്ത് ബ്ലാസ്റ്റ് ചെയ്യണോ അതോ നമുക്ക് അപ്പൂപ്പനെ ഉറക്കത്തിൽ തന്നെ വെടിവെച്ച് കൊല്ലണം? നിങ്ങളുടെ കമൻറ്റ്സ് കൂടുതലായി ഞാൻ അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത് ബോത്ത് ഗെയിം പ്ലേ. ബോത്തും കൊണ്ട് നമ്മൾ കളിക്കാൻ പോലെ. ബോത്ത് ഗെയിം പ്ലേ. എന്തൊക്കെ പറയുന്നു. ബോത്തും കൊണ്ട് അത് എക്സ്ട്രീം മോഡിലട്ടോ. ഞാൻ ഒരു പ്രോ പ്ലെയർ ആയത് കൂടെ എക്സ്ട്രീം ഒന്നും വേണ്ട. നമുക്ക് തൽക്കാലം ഈസി മതി, ഈസി. ഞാൻ അത്ര പ്രോ പ്ലെയർ ഒന്നും അല്ലട്ടാ. എനിക്ക് പേടിയുണ്ട് എക്സ്ട്രീം ലെവലാണ്. അത്രയ്ക്കും ഡേഞ്ചറാണ്. ആർക്കും അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്ത രീതിയിൽ. നമുക്ക് കുറച്ച് കല്ലും കൂടി പുറക്കാം. ഇതിന് അപ്പൂപ്പനെ കൊണ്ട് നമ്മൾ എങ്ങനെ പിടിയേക്കും? വാവേ അപ്പൂപ്പ, എവിടെയുണ്ട് അപ്പൂപ്പ? ഞാൻ തൻ്റെ ഇന്നത്തോട് കൊല്ലാൻ പിടിച്ച് അങ്ങോട്ട് കാത്തിരിക്കുകയാണ്. എനിക്ക് കുറച്ച് കല്ലും കൂടി പറക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം കേട്ടോ അപ്പൂപ്പ. കല്ല് ഇവിടെ നിന്ന് കിട്ടി. ഇവിടെ ഉണ്ട്. വാവേ അപ്പൂപ്പ, ഇങ്ങോട്ട് വന്നേ അപ്പൂപ്പ. ഇങ്ങോട്ട് വാ. ട്രെയിൻ കീ എന്നൊക്കെ ട്രെയിൻ കീ അങ്ങ് ഫിറ്റാക്കിയിട്ട് പെട്ടെന്ന് വരാം അല്ലേ. അപ്പൂപ്പൻ്റെ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്ന നേരമല്ലേ. നമുക്ക് പെട്ടെന്ന് പോയി ട്രെയിൻ കീയും വെച്ചിട്ട് അപ്പൂപ്പൻ്റെ നെഞ്ചിൽ നോക്കി പൊട്ടിക്കാം. പക്ഷേ നമുക്കിപ്പോൾ പൊട്ടിക്കണ്ട, നമുക്ക് റൗണ്ട് കൂടി എടുക്കാം. അപ്പോൾ ഒന്ന് അവസാനമായിട്ട് കണ്ടിട്ട് അപ്പൂപ്പനെ ഒന്നും കൂടി നോക്കി നമുക്ക് പെട്ടെന്ന് പോവാം അല്ലേ. പെട്ടെന്ന് പോവാം. നമുക്ക് ഈ ട്രെയിൻ കീ അവിടെ ഫിറ്റാക്കാം. നമുക്ക് ട്രെയിൻ ഇതെന്തോടെ ട്രെയിൻ കീ പെട്ടെന്ന് നമുക്ക് അപ്പൂപ്പനെ അങ്ങ് കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ അപ്പൂപ്പൻ ചോദിക്കോ, നീ എന്താടാ എന്നെ കാണാതെ പോയേ? അയ്യോ അപ്പൂപ്പ, താൻ ഇന്നത്തോടെ നോക്കിയൊന്നും താൻ ആ കിടക്കയിൽ വെച്ച് എന്നെ ചാവും പോലെ. ചാവാൻ താൻ ആ കിടക്കയിൽ വെച്ച് എന്നെ ചാവും, അത് ഓർത്തോട്ടോ. ആ കിടക്കയിൽ വെച്ച് താൻ ചാവും. നോക്കി ഇവിടെ എല്ലായിടത്തും ഒന്ന് പോയി നോക്കി. ചിലപ്പോൾ അപ്പൂപ്പൻ എണീച്ചിങ്ങിട്ടോ. നമുക്ക് ആ ഫസ്റ്റ് ഫ്ലോർ അല്ല തേർഡ് ഫ്ലോർ നോക്കിയിട്ട് വരാം. തേർഡ് ഫ്ലോർ എല്ലായിടത്തും നോക്കിയിട്ട് വരാം. അതിൻ്റെ അപ്പൂപ്പനെ നമുക്ക് അവിടെ വെച്ച് തന്നെ തട്ടിക്കളയാം അല്ലേ. നോക്കാലോ അപ്പൂപ്പ, എവിടെയുണ്ട് അപ്പൂപ്പ? എൻ്റെ സമീപത്ത് വേസ്റ്റ് ചെയ്യില്ല അപ്പൂപ്പ. എനിക്ക് പെട്ടെന്ന് പോയിട്ട് കുറേ പണിയുള്ളതാ. പെട്ടെന്ന് അപ്പൂപ്പ, എനിക്ക് അപ്പൂപ്പനെ കാണണം. എവിടെയാണോ അപ്പൂപ്പനുണ്ട്? ഈ വീട് തന്നെ അന്വേഷിച്ചാൽ കിട്ടുമെന്ന് തോന്നില്ലേ. നമുക്ക് താഴെ നോക്കിയിട്ട് ഇവിടെ ഇല്ല അപ്പൂപ്പൻ. ഇനി എവിടെ നോക്കി? അപ്പൂപ്പ, എവിടെയുണ്ട് അപ്പൂപ്പ? എനിക്ക് അപ്പൂപ്പനെ അവസാനമായിട്ടൊന്ന് കാണണം. കാണാതെ പോയാൽ അപ്പൂപ്പനെ വിഷമിക്കില്ലേ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇനി നമ്മൾ അവസാനമായിട്ട് അന്വേഷിക്കാൻ ബാക്കിയുള്ളത് എവിടെയാ? നമ്മൾ അപ്പൂപ്പൻ്റെ റൂമൊന്ന് അന്വേഷിച്ചല്ലോ, അത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പൂപ്പ, അപ്പൂപ്പനെ ഇപ്പോഴും ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. അയ്യോ, ഞാൻ വെറുതെ ഫയർ ചെയ്തല്ലോ. ശരി, നമുക്കൊരു റൗണ്ടും കൂടി അടിച്ച് വരാം. അപ്പോഴത്തേക്ക് അപ്പൂപ്പൻ എണീക്കും തോന്നുന്നു. അപ്പൂപ്പ എനിക്ക് പെട്ടെന്ന് പോകാനുള്ള. അപ്പൂപ്പ എണീക്ക് അപ്പൂപ്പ എണീക്ക്. ഞാൻ എന്നാൽ റൗണ്ട് എടുത്ത് വരണ്ട്. എന്നിട്ട് വേണ്ടിച്ചിട്ട് കേട്ടല്ലേ, ഞാൻ അപ്പൂപ്പനെ നെഞ്ച് നോക്കിയിട്ടായിരിക്കും അടുത്ത് പൊട്ടിക്കാൻ പോകുന്നത്. റൗണ്ട് എടുത്തിട്ട് എന്നിട്ട് അപ്പൂപ്പൻ എണീക്ക് അപ്പൂപ്പ. എനിക്ക് അപ്പൂപ്പനെ എണീച്ചിട്ട് എനിക്കില്ലേ പെട്ടെന്ന് പോകാൻ. എന്നിട്ട് അപ്പൂപ്പനെ വെച്ച് നാട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് വേണ്ട. നമുക്ക് ഇപ്രാവശ്യം നമുക്ക് അപ്പൂപ്പനെ നാട് കേൾക്കണ്ട. പകരം അപ്പൂപ്പനെ നമ്മൾ ട്രെയിൻ ഇടിച്ചു കൊല്ലാൻ പോലെ. അടുത്ത തവണ ഞാൻ വെറുതെ ഞാൻ നമുക്ക് ഒരു റൗണ്ട് കൂടി എടുത്തിട്ട് കല്ല്. എനിക്കെപ്പോഴാണ് കല്ല് കിട്ടുന്നത് അപ്പോൾ ഞാൻ അപ്പൂപ്പനെ തട്ടാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഒരു കല്ല് മതിയാവോ ഗായ്സ്? തല നോക്കി വെടിവെച്ചാൽ നമുക്ക് ഒരു കല്ല് കൊണ്ടു, അല്ലെങ്കിൽ നമുക്ക് 200 കല്ല് എടുക്കേണ്ടി വരും. അതെന്തോ കല്ലല്ലേ കല്ല്. കല്ല് എങ്ങനെ കിട്ടുമെങ്കിൽ നമുക്ക് എന്താക്കണം ഭഗവതി. കല്ല് എങ്ങനെയാണ് ഇത് കാണുന്നത്? ധാരാളം ഇത് ഈ ഫ്രണ്ടിൽ ആരെയും തടക്കാൻ കഴിച്ചോ? ആ ടെഡിവെയറും കൊണ്ട് നമുക്ക് കൊടുത്താൽ നമുക്ക് പാഡ്ലോക്ക് ചെയ്യാൻ മാത്രമേ കിട്ടും. അതിനായി ആർക്കും ആവശ്യം. എനിക്ക് പാഡ്ലോക്ക് ചെയ്യുന്നതന്നെ വേണ്ടത്. എനിക്ക് വേണ്ടത് സേഫ് കീ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ലേ. പാഡ്ലോക്ക് ചെയ്യാനും കുറേ പണിയുണ്ട്. നോക്കാതെ പുറത്തെങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇല്ല. അപ്പോൾ അകത്ത് തന്നെ ഉണ്ട് അത്. അപ്പൂപ്പ എണീച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അപ്പൂപ്പനെ നെയ്ത് നോക്കി പൊട്ടിക്കോട്ടോ. അപ്പൂപ്പ, ഈ അപ്പൂപ്പനാണ് എണീക്കുകയില്ലേ. അപ്പൂപ്പൻ എന്താണ് യോഗാസനം ചെയ്യുകയാണ്? ഇത് ഏതാസനമാണ് അപ്പൂപ്പ? ഞാൻ അപ്പൂപ്പനെ നാട് കടത്താനുണ്ടായത്, പക്ഷെ കഴിഞ്ഞില്ലത്.
ശേ അപ്പൂപ്പ താൻ ഇനിയെങ്കിലും ഇങ്ങോട്ട് വാ. ഞാൻ അന്ന് അപ്പൂപ്പനെ വീട്ടിൽ പണി തരുന്നുണ്ട്. ഓ എന്നോട് പണിയെന്ന് വെച്ചാൽ ഞെക്കി ഞെക്കി ഞാൻ ഇങ്ങനെ കൊല്ലും. കൊന്ന് കളഞ്ഞ് ഞാൻ ഇങ്ങനെ കൊല്ലുന്ന ചക്കുലും. പെട്ടെന്ന് പെട്ടെന്ന്. ഓ ഞാൻ മറന്നുപോയി. ഈ ഡോറിന് നമുക്ക് പെട്ടെന്ന് എടുക്കാം. അപ്പൂപ്പനെ ഇങ്ങോട്ടൊന്നും വരില്ല. ടാറ്റ അപ്പൂപ്പ. ഞാൻ അപ്പൂപ്പനെ ട്രെയിൻ വെച്ചിട്ട് പോകില്ലേ. അപ്പൂപ്പൻ എന്താ പറഞ്ഞത്? ഞാൻ ഈ ട്രെയിൻ എടുത്തിട്ട് പോയില്ല, പക്ഷെ ഞാൻ പോകും. അതും വിത്തിൻ ട്രെയിൻ വിത്തൗട്ട് യു. ഇത് എങ്ങനെ ഉണ്ടാവുന്നു? ഹലോ അപ്പൂപ്പ, എന്താ അന്വേഷിക്കുന്നത്? അപ്പൂപ്പനെ തോക്ക് എവിടെ പോയി? ഓ ഞാൻ ആ തോക്ക് അപ്പൂപ്പനെ തലമണ്ടടിച്ച് പൊട്ടിച്ചല്ലേ. സെൻട്രീനെ തലക്കാതെ തന്നെ പോയല്ലോ. സെൻട്രീന ടാറ്റ. ജി ആൻഡ് ഗ്രാനി 3 വിത്ത് ഓവർ. അപ്പൂപ്പനെ അടുത്ത ഞാൻ ബ്രിഡ്ജ് എസ്കേപ്പ് ആണ് കേട്ടോ നടത്താൻ പോകുന്നത്. ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ പ്ലേ ആൻഡ് ഗ്രാനി. എന്താ നമ്മുടെ ഗ്രാനി അമ്മൂമ്മ ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് അടുത്ത് ഇതിനെ വെച്ചായിരിക്കും കേട്ടോ കളിക്കാൻ പോകുന്നത്. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്.